ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തളപതി വിജയുടെ തമിഴ് സിനിമയാണല്ലോ. വെങ്കട്ടപ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനെത്തിയ സിനിമയിൽ വൻ താരനിര തന്നെയാണല്ലോ ഭാഗമായത്. ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരുപാട് താരനിര സിനിമയിൽ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെടാത്ത ഇന്ന് തിയേറ്റർ സ്ക്രീനിന് മുന്നിൽ മാത്രം ആദ്യമായിട്ട് കണ്ട ഒരുപാട് പ്രേക്ഷകർക്ക് സർപ്രൈസുകൾ നൽകിയ താരനിരയും സിനിമയിൽ ഭാഗമാണ്. അവയിൽ കുറച്ചുപേരുടെ റൂമേഴ്സ് എല്ലാം തന്നെ നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞതാണ്. അവർ ആരൊക്കെയാണ് ചിത്രത്തിൽ കാമിയോ ഗസ്റ്റ് റോളുകളിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആരൊക്കെ ഈ സിനിമയിൽ എത്തപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ആ റൂമേഴ്സ് എല്ലാം തന്നെ ശരിവയ്ക്കുന്ന കാമിയോ ഗസ്റ്റ് റോളുകളാണ് ചിത്രത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ തൃഷ വിജയോടൊപ്പം ഒരു ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത്തെ ആ റൂമർ ഉറപ്പിക്കുന്ന രീതിയിൽ സിനിമയിൽ തൃഷ ഭാഗമായിരിക്കുകയാണ്. ഒപ്പം വിജയും തൃഷയും ഒരുമിച്ചുള്ള ഡാൻസിനെല്ലാം തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങൾ സിനിമയിൽ ലഭ്യമായിരിക്കുകയാണ്. ഒപ്പം തിയേറ്ററുകളെ ആവേശ തിരമാലയിൽ ആഴ്ത്തുന്ന രംഗങ്ങളിൽ ഒന്നായിട്ട് അവ മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്ന വിജയകാന്തും ചിത്രത്തിൽ ഭാഗമായിരിക്കുകയാണ്. ഡി ഏജിംഗ് ലുക്കിലാണ് വിജയകാന്ത് ചിത്രത്തിൽ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അടുത്ത കാമിയോ നമ്മുടെ MS ധോണിയുടേതാണ്. IPL ആരാധകർക്ക്, ക്രിക്കറ്റ് ആരാധകർക്ക്, MS ധോണി ആരാധകർക്ക്, ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്കെല്ലാം തന്നെ വൻ ആവേശം നൽകുന്ന ഒന്നായിട്ട് സിനിമയിലെ IPL മത്സരം മാറിയിരിക്കുകയാണ്. CSKയും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം നടക്കുന്നതിനിടയിൽ അതേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെയാണ് ചിത്രത്തിൽ വന്നിരിക്കുന്നത്. യഥാർത്ഥ IPL മത്സരത്തിനിടയിൽ നടക്കുന്ന ധോണിയുടെ രംഗങ്ങളെല്ലാം തന്നെ ചിത്രത്തിൽ മാസമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അത് കയ്യടികൾ നേടിയെടുക്കുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകരെ അറിയിച്ച മറ്റൊരു റൂമറായിരുന്നു ശിവകാർത്തികേയൻ സിനിമയിൽ ഭാഗമാണ് എന്ന്. ഇപ്പോഴത്തെ ശിവകാർത്തികേയൻ സിനിമയിൽ ഭാഗമാണ് എന്ന് മാത്രമല്ല വിജയും ഒത്ത് കോമ്പിനേഷൻ സീൻസ് ഉണ്ട് എന്നതാണ് പ്രധാനമായിട്ടും പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. വെങ്കട്ടപ്രഭുവിന്റെ കരിയർ ബെസ്റ്റ് സിനിമ എന്ന് ഇപ്പോഴും പറയുന്നത് അജിത്ത് നായകനെത്തിയ മങ്കാത്തയാണല്ലോ. ഇപ്പോഴത്തെ മങ്കാത്തയിലെ നായകൻ അജിത്തിന്റെയും ഒരുപാട് റെഫറൻസ് എല്ലാം തന്നെ വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ വന്നിട്ടുണ്ട്. അജിത്തിന്റെ മാത്രമല്ല തളപതി വിജയുടെ തന്നെ പല സിനിമകളിലെ പല റെഫറൻസ് ഗോട്ട് എന്ന സിനിമയിൽ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ സൂര്യ കൂടി ഒരു ചിത്രത്തിൽ റെഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നതാണ് പ്രത്യേകം അറിയിക്കാനായിട്ടുള്ളത്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ കങ്കുവ എന്ന സിനിമയിൽ ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഗോട്ട് എന്ന സിനിമയിൽ ഒരു രംഗത്തിൽ മൊബൈൽ ഫോണിൽ വാൾപേപ്പർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കങ്കുവ റെഫറൻസ് കൂടി ഗോട്ട് എന്ന വിജയുടെ കരിയറിലെ വലിയ സിനിമയിൽ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് റെഫറൻസുകളുടെയും ഒപ്പം തന്നെ കാമിയോ ഗസ്റ്റ് റോളുകളുടെ ഒരു പൂരം സമീപകാലത്ത് കണ്ട സിനിമ കൂടിയായിട്ട് വെങ്കട്ടപ്രഭുവിന്റെ വിജയ ചിത്രം മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ഗോട്ടിന്റെ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കും വിവരങ്ങൾക്ക്.